കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. മഹാമൃത്യുഞ്ജയ മന്ത്രത്തിന്റെ മഹത്വം. മഹാമൃത്യുഞ്ജയ മന്ത്രം എന്ന് പറഞ്ഞാൽ മൃത്യുഞ്ജയ മന്ത്രവും മൃത്യുഞ്ജയ ഹോമവും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. മഹാമൃത്യുഞ്ജയ മന്ത്രത്തിന്റെ പുണ്യവും പവിത്രതയും അത് പണ്ട് പുരോഹിതന്മാര് അമ്പലങ്ങളിൽ മാത്രം ഹോമത്തിനും പൂജാതി കർമ്മങ്ങളിലും മാത്രം ഉപയോഗിച്ചിരുന്ന മന്ത്രമാണ്. അവരാരും നമുക്ക് പറഞ്ഞു തന്നിരുന്നില്ല സാധാരണക്കാർക്ക്. പക്ഷെ ഇന്ന് നമ്മൾ സാധാരണക്കാര്, ഇവൻ സ്ത്രീകൾ പോലും വീട്ടില് നമ്മളുടെ മനസ്സിനും ശരീരത്തിനും രോഗാതി ദുരിതങ്ങൾക്കും നിരന്തരം 108ഉം 1008ഉം ഒക്കെ തവണ ജപിക്കുന്ന മന്ത്രമാണ്. പഞ്ചാക്ഷരി മന്ത്രം പോലെ തന്നെ ജപിക്കുന്നതാണ്. നമുക്ക് പാരായണം ചെയ്യുകയും ജപിക്കുകയും ഒക്കെ ചെയ്യാൻ പറ്റുന്നതാണ് ഈ മഹാമൃത്യുഞ്ജയ മന്ത്രം. അതിന്റെ പവിത്രത എന്ന് പറഞ്ഞാൽ അത് അനുഭവിച്ച് തന്നെ അറിയേണ്ടതും കൂടിയാണ്. ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുക വിമ ബന്ധനാത് മൃത്യുർമോക്ഷീ മാ മൃതാത് എന്നാണ് നമ്മള് മൃത്യുഞ്ജയ മന്ത്രം. നമ്മുടെ ഈ മൃത്യുഞ്ജയ മന്ത്രം അസാധ്യവും കഠിനവുമായ രോഗങ്ങളിൽ നിന്ന് എത്ര ചികിത്സിച്ചിട്ടും എത്ര മരുന്ന് കഴിച്ചിട്ടും മാറാൻ പറ്റാത്ത അസാധ്യമായ രോഗങ്ങളിൽ നിന്നും കഠിനമായ ദുരിതങ്ങളിൽ നിന്നും മുക്തി ലഭിക്കുവാൻ സർവോത്തമവും പരമപാവനവുമായ ഈ മന്ത്രം പ്രാണനെ രക്ഷിക്കുന്ന മന്ത്രമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇതിന്റെ പവിത്രത എന്ന് പറഞ്ഞാൽ നമുക്ക് വാക്കുകൾ കൊണ്ട് വ്യാഖ്യാനിക്കാൻ പറ്റാത്തതാണ് ഈ പറയുന്ന മഹാമൃത്യുഞ്ജയ മന്ത്രം. സർവോത്തമമാണ്, പരിപാവനമാണ്. ഈ മന്ത്രം പ്രാണനെ രക്ഷിക്കുന്നതാണ്. ജീവൻ പോകാൻ പോകുന്ന സമയത്ത് നമ്മൾ ഈ മന്ത്രം കൊണ്ട് ഉച്ചരിക്കുകയാണെങ്കിൽ, ഈ മന്ത്രം ഉച്ചരിക്കുകയാണെങ്കിൽ, ഈ മഹാമൃത്യുഞ്ജയ മന്ത്രം ഉച്ചരിക്കുകയാണെങ്കിൽ, മഹാമൃത്യുഞ്ജയ ഹോമം ചെയ്ത് മഹാമൃത്യുഞ്ജയ, എനിക്ക് എൻ്റെ സ്വന്തം അനുഭവത്തിൽ ഒരു ഇതുണ്ട്. എൻ്റെ ഒരു ക്ലൈന്റ്, അവരുടെ ഒരു ബ്രദർ എൻ്റെ സ്ഥിരം ക്ലൈൻ്റാണ്. അവരൊരിക്കൽ അവർക്ക് അഷ്ടമശനി നിൽക്കുന്ന സമയമാണ്. അവർക്ക് രോഗാതി ദുരിതങ്ങൾ പറഞ്ഞിരുന്നു. എങ്കിൽ തന്നെയും ആ സമയത്ത് ഒരിക്കൽ അവരുടെ ചെറിയൊരു കാര്യത്തിന് എന്തോ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അത് ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു. അപ്പോൾ അതിങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ ഡോക്ടർമാരത് ടെസ്റ്റിന് അയക്കണമെന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ടൊരു ചെറിയ കുരുവോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ചെറിയ ഗ്രോത്തോ വന്നു കഴിഞ്ഞാൽ നമ്മളത് ടെസ്റ്റിന് അയക്കണമെന്ന് പറയുമ്പോൾ സാധാരണക്കാർ പേടിച്ചു പോകും. അയക്കണമെന്ന് പറഞ്ഞു. ചിലപ്പോൾ അത് സംശയം തോന്നാമെന്ന് പറഞ്ഞു. മറ്റേതെങ്കിലും രോഗമായിട്ട് മാറാമെന്ന് സംശയം പറഞ്ഞു. അവർ വളരെയേറെ പേടിച്ച് വിഷമിച്ച് സങ്കടത്തോടെ വിളിച്ചു. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. മൃത്യുഞ്ജയ ഹോമം നമ്മൾ നോക്കിയപ്പോൾ മൃത്യുഞ്ജയ ഹോമം ചെയ്താൽ മതി, റിസൾട്ട് ഓക്കെ ആയിക്കോളും, പേടിക്കാനൊന്നുമില്ല, വളരെ നല്ല ഇതാണ്. ഈ മന്ത്രവും പറഞ്ഞു കൊടുത്തു. അങ്ങനെ അപ്പം തന്നെ റെഡിയാക്കി. അവരിയ്ക്കുന്നത് എവിടെയെങ്ങും അല്ല, നമ്മളുടെ അടുത്തൊന്നും അല്ല. എങ്കിൽ തന്നെയും നമ്മൾ മൃത്യുഞ്ജയ ഹോമം ചെയ്തു. മഹാമൃത്യുഞ്ജയ ഹോമം ചെയ്ത് മന്ത്രവും പറഞ്ഞു കൊടുത്തു. മഹാമൃത്യുഞ്ജയ യന്ത്രവും ധരിക്കാൻ അയച്ചു കൊടുത്തു. ശേഷം ഒരു മാസം 1.5-2 മാസക്കാലം കഴിഞ്ഞപ്പോൾ വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു ഷീസ് ഓക്കെ, വളരെ ബെറ്ററാണ്, അസുഖമൊന്നുമില്ല, റിസൾട്ട് ഓക്കെയാണ്, ഒരു പ്രശ്നവുമില്ല, സുഖമായിട്ട് പോകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അനുഭവത്തിൽ പോലും ഈ മഹാമൃത്യുഞ്ജയ മന്ത്രത്തിന്റെ പ്രത്യേകതയും പവിത്രതയും നമുക്ക് പറയാൻ പറ്റാത്തതാണ്, അളക്കാൻ പോലും പറ്റാത്തതാണ്. അതുകൊണ്ട് അസാധ്യമായ ഈ മന്ത്രം, ഈ കഠിനമായ പല രോഗത്തിൽ നിന്നും നമുക്ക് മുക്തി ലഭിക്കുന്നതും നമ്മുടെ പരിപാവനവുമായ ഈ മന്ത്രം പ്രാണനെ രക്ഷിക്കുന്നതാണ്. ഈ മന്ത്രം ദിവസവും 108 ഒരു വീതം 16 ആഴ്ചക്കാലം, 16 ആഴ്ച, ഒരാഴ്ചയല്ല 2 ആഴ്ചയല്ല, 16 ആഴ്ചക്കാലം 108 ഒരു വീതം ദിവസവും നമ്മൾ തുടർച്ചയായിട്ട് ജപിക്കണം. ഇപ്പോൾ അങ്ങനെ രോഗം മാറാത്ത രോഗം കൊണ്ട് ദുരിതപ്പെട്ടിരിക്കുന്ന ആളുകൾ 16 ആഴ്ചക്കാലം 108 എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞിട്ട് ഈ മന്ത്രം നിങ്ങളവിടെ ജപിച്ചോളുക. കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് ജഡില രോഗങ്ങൾ വരെ മാറും. മന്ത്രം കൊണ്ട് ഹോമം ചെയ്ത്, പിന്നെ മാത്രമല്ല മന്ത്രം കൊണ്ട് ചെയ്ത് മാത്രമല്ല ഹോമം കൂടെ ചെയ്യുക. ഹോമം കൊണ്ട് ഹവനം ചെയ്തിട്ട് സംവാദം നെയ്യ് കഴിച്ചു കഴിഞ്ഞാൽ ഒരു 21 ദിവസം ഈ സംവാദം നെയ്യ് സേവിക്കുന്നത് കൊണ്ട് പല വിധത്തിലുള്ള രോഗങ്ങളും മാറിക്കിട്ടും. സപ്തവാരങ്ങളിൽ സപ്തധാതുക്കൾ കൊണ്ട് 7 ദിവസങ്ങളിൽ 7 ധാതുക്കൾ കൊണ്ട്, ഒരു ദിവസം ഒരു ധാതു മാത്രം. ഈ മൃത്യുഞ്ജയ ഹോമത്തിന് പല ധാതുക്കൾ ചേർത്തിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇതിലെ 7 ധാതുക്കളിൽ ഒരു ധാതു കൊണ്ട് മാത്രം ഒരു ദിവസം ചെയ്യുക. അങ്ങനെ 7 ദിവസം 7 ധാതുക്കൾ കൊണ്ട് ഓരോ ദിവസവും ഓരോ ധാതു വീതം 7 ദിവസം തുടർച്ചയായിട്ട് ചെയ്യുന്ന ഹോമം ആണ്. എന്നിട്ട് ഈ ഹോമം ചെയ്ത സംവാദം നെയ്യ് സേവിക്കുക. 7 ദിവസം ചെയ്ത നെയ്യും കൂടെ എടുത്തു വെച്ചിട്ട് ഒരു കുറച്ചു കാലം, ഒരു തുടർച്ചയായിട്ട് ഒരു 21 ദിവസമൊക്കെ രോഗി കഴിക്കുക. അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ ഏത് രോഗത്തെയും ശമിപ്പിക്കുന്നതാണ് ഈ പറയുന്ന മഹാമൃത്യുഞ്ജയ മന്ത്രവും മഹാമൃത്യുഞ്ജയ ഹോമവും മഹാമൃത്യുഞ്ജയ മന്ത്രത്തിന്റെ യന്ത്രവും. അപ്പോൾ ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ രോഗാതി ദുരിതങ്ങൾക്ക് ഒരുപാട് ശമനം ഉണ്ടാവും. ഔഷധ സേവയോടൊപ്പം തന്നെ ഈ പറയുന്ന കാര്യങ്ങളും കൂടെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക.